ഹലോ വെൽക്കം ബാക്ക് ടു മിസ്സിസ് മലബാർ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്കൊക്കെ നൊസ്റ്റാൾജിയ വരുത്തുന്നൊരു സാധനത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പണ്ടൊക്കെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ₹1 ₹2 വാങ്ങി കഴിക്കുന്ന തേനാറുണ്ടല്ലോ, ഞങ്ങളവിടെ തേനാറ് എന്നാണ് അതിന് പറയലുള്ളത്. തേൻമിഠായി, തേൻനിലാവ് എന്നൊക്കെ പറയലുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. നല്ല ഈസിയാണ് കേട്ടോ ഉണ്ടാക്കാൻ. നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ തേനാറ് ഉണ്ടാക്കിയതിന് ശേഷം സോക്ക് ചെയ്ത് വെക്കാനുള്ള പഞ്ചസാര പാനിയാണ് ആദ്യം റെഡിയാക്കണത്. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാനിലേക്ക് 1.5 കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ കുറച്ച് മാത്രമേ ഉണ്ടാക്കണുള്ളൂ, അതുകൊണ്ട് 1.5 കപ്പ് പഞ്ചസാര മതിയാവും. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പഞ്ചസാരൻ്റെ അളവൊക്കെ കൂട്ടി കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് 2 കപ്പ് വെള്ളമാണ്. അത് സാധാ വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് തിളപ്പിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുറുകി കഴിഞ്ഞാൽ മതി. ഭയങ്കരമായിട്ട് അങ്ങനെ ഒരു 1 സ്ട്രിങ് കൺസിസ്റ്റൻസി, നമ്മൾ നൂല് പരിവെന്ന് പറയില്ലേ, അങ്ങനെ ഒന്നും ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതൊന്ന് ഇങ്ങനെ കട്ടിയായിട്ട് തുടങ്ങിയാൽ മാത്രം മതി. ഇപ്പം ഞാൻ നല്ല ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ ഈ സംഭവം റെഡി ആയിട്ട് കിട്ടും, നമ്മളെ പാനി റെഡി ആയിട്ട് കിട്ടും. ഇപ്പോൾ ഇത് അത്യാവശ്യം തിക്കാവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് അയക്കുന്നതെന്ന് മനസ്സിലാക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ സ്പൂണിൽ കുറച്ചെടുത്തിട്ട് അത് കയ്യിലിങ്ങനെ വിരലുമേലിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ തന്നെ കുറച്ചൊരു കട്ടിപ്പ് തോന്നും നമുക്ക്. അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി വേണ്ടത് ദോശമാവാണ്. ഈ ദോശമാവ് നമ്മൾ ആദ്യം റെഡിയാക്കി വെക്കുന്നതുകൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇതിപ്പം തലേന്ന് ആട്ടി വെച്ചിട്ടുള്ള ദോശമാവാണ്. അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. നമ്മൾ ഫസ്റ്റ് വെള്ളമൊന്നും കൂട്ടാതെ അരക്കൂലേ, അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് മാറ്റി വെച്ചാൽ മതി. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾ എടുത്തിട്ടുള്ള മാവ് കട്ടി കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് മൈദപ്പൊടിയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ അങ്ങനെ അരിപ്പൊടി ഇട്ടിട്ടും മൈദപ്പൊടി ഇട്ടിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയ വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല. പിന്നെ നമ്മൾ സോക്ക് ചെയ്ത് വെക്കുമ്പം കുറച്ചധികം സമയം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വീർത്തു പോകും. ആ ഒരു പ്രശ്നം മാത്രമേ തോന്നിയിട്ടുള്ളൂ. ഇനി ഇതിലേക്കായിട്ട് ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. ബേക്കിംഗ് സോഡ ചേർക്കണത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മളിത് ഓയിലിൽ പൊരിച്ചെടുക്കാൻ പോവാം. അപ്പം ഒന്ന് വീർത്ത് വരാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്തിട്ടുള്ളത്. അത് ഒരു നുള്ള് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം നമ്മളെ മാവ് ഏതാണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി വേണ്ടത് കുറച്ച് റെഡ് ഫുഡ് കളറാണ്. കാരണം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അതിനൊരു റെഡ് കളറ് അല്ലെങ്കിൽ ഓറഞ്ച് കളറിലൊക്കെ ആണല്ലോ നമ്മളെ തേൻമുട്ടായി ഉണ്ടാവില്ലേ. അപ്പോൾ ഞാൻ സൂപ്പർ റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള കളറാണ് എടുത്തിട്ടുള്ളത്. ഇത് ജെൽ കളറാണ്, കേക്കിലേക്കൊക്കെ യൂസ് ചെയ്യുന്ന കളറാണ്. അപ്പോൾ അത് ഒരു ഡ്രോപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതിലേക്ക് ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ചിക്കൻ പൊരിക്കാനൊക്കെ എടുക്കുന്ന ആ ഒരു കളർ ഉണ്ടല്ലോ, അതും യൂസ് ചെയ്യുക. പിന്നെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ കളർ ചേർക്കണ്ട, അത് ചേർക്കാതെ ഉണ്ടാക്കുന്നതാണ് കുറച്ചും കൂടെ നന്നായിട്ടുള്ളത്. ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടാൽ തന്നെ മതിയാവും. അപ്പോൾ നമ്മളെ മാവ് റെഡിയായി. ഇനി ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. അതിന് പകരമായിട്ട് കോൺ ഓയിലോ ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യുക. എന്നിട്ട് ഇതിൽ നിന്ന് കുറച്ചായിട്ട് ഒരു സ്പൂണിൽ ഇങ്ങനെ മാവ് എടുക്കുക. അത് നമ്മൾ ഓയിൽക്കായിട്ട് ഒഴിച്ച് കൊടുക്കണം. ഈ സമയത്ത് ഓയിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ വെക്കാൻ. ഭയങ്കരമായിട്ട് തീ കൂട്ടി വെക്കരുത്. അങ്ങനെ ആകുമ്പം ഉൾഭാഗം വേവാതെ പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വരും. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വെച്ചിട്ട് നമുക്കിത് തിരിച്ചു മറിച്ചോട്ട് നല്ലോണം വേവിച്ചെടുക്കാം. അങ്ങനെ ഫസ്റ്റത്തെ ബാച്ച് പൊരിച്ച് മാറ്റിയതിന് ശേഷം ഞാനിപ്പം രണ്ടാമത്തെ ബാച്ചും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കിയ സമയത്ത് കുറച്ച് വലിയതായി പോയിട്ടോ. നിങ്ങൾ ചെയ്യുമ്പം ചെറുതാക്കിയിട്ട് ചെയ്താൽ മതി. കാരണം നമ്മൾ ഓയിൽക്ക് ഇടുന്ന പോലല്ല, അത് പിന്നെ ഒന്ന് വീർത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൈസ് കുറച്ചൊന്ന് വലുതായി പോയിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കിയപ്പോൾ. അങ്ങനെ നമ്മൾ പൊരിച്ചെടുത്തിട്ടുള്ള ഈ തേൻമുട്ടായി മുഴുവനും ആ ഒരു പഞ്ചസാരൻ്റെ സിറപ്പ് ഉണ്ടല്ലോ അതിൽക്കായിട്ട് ഇട്ട് കൊടുക്കുക. ആ ചൂടോടെ തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് നോക്കുക. അപ്പോഴാണ് പെട്ടെന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് സിറപ്പ് പിടിക്കുക. ഇനി ഇതൊരു 10-20 മിനിറ്റ് വെച്ചാൽ തന്നെ മതി. അതിൽ കൂടുതൽ വെക്കണ്ട. കൂടുതൽ വെക്കുമ്പോൾ എന്താ വെച്ചാൽ ഇതിങ്ങനെ ഭയങ്കരമായിട്ട് വീർത്ത് പോകുന്നുണ്ട്, നല്ല വലിപ്പം വരുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ തേൻനിലാവ്, തേൻമിഠായി, തേനാറ് എന്നൊക്കെ പറയുന്ന ഈ ഒരു സംഭവം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു സെയിം ടേസ്റ്റ് തന്നെയാണ് കിട്ടുന്നത്. ഇനിയിപ്പോൾ ഇത് ഈ സിറപ്പിൽ നിന്ന് എടുത്തിട്ട് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ടതിന് ശേഷം അതിൽ ഒന്ന് റോൾ ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ശരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെ ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ കുറച്ച് അധികം സമയം സിറപ്പിലിട്ട് വെച്ചോണ്ടാണ് കേട്ടോ ഇങ്ങനെ വീർത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നല്ലോണം സിറപ്പൊക്കെ ഉള്ളിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഞാനിത് ഉണ്ടാക്കാൻ നിന്നപ്പോൾ എല്ലാവരും ചോദിച്ചിരുന്നു ആ ഒരു ടേസ്റ്റ് കിട്ടുമെന്ന്. പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിച്ചു നോക്കിയപ്പം എല്ലാവരും നല്ല അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്